തിരിച്ചു വരുക. ശരിക്കും ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? ഏട്ടൻ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഈ 24 വർഷത്തിനിടെ ആർക്കും തന്നെ നമുക്കൊരു സഹോദരി ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇനി അത് മറച്ചു വെക്കാൻ കഴിയില്ല. അവളിവിടെ എത്തിയാൽ അവൾക്കെതിരെ ഉറപ്പായും അറ്റാക്ക് ഉണ്ടാവും. നമ്മുടെ വീക്ക് പോയിന്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു ബമ്പർ പ്രൈസ് തന്നെയാവും. എല്ലാം കൂടെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ. ഏട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷെ നമ്മൾ 3 പേര് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുമോ? ഏട്ടനെ കാണാൻ ഒരാളെത്തിയിട്ടുണ്ട്. ഇത്തിരി പ്രായമുള്ള ആളാ. വേണു എന്നാ പേര് പറഞ്ഞത്. ഏട്ടനെ കണ്ടിട്ടേ പോകുന്നു. ഭയങ്കര വാശിയില്ല. ഓ, കയറ്റിവിട്ടേക്ക്. വേണുവെങ്കിൽ മോന് ഓർമ്മയുണ്ടല്ലേ? മറക്കാൻ പറ്റുമോ അങ്ങളെ? ക്ഷമിക്കണം, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കയറ്റിവിടാഞ്ഞത്. അതൊന്നും സാരില്ല മോനെ. ഞാനൊരു കാര്യം പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനും കൂടിയാണ് വന്നത്. എന്താ വേണുവെങ്കിലെ? ഏട്ടാ, അമ്മു ഇന്നല്ലേ വരുന്നത്? ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം. വേണ്ട, അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ഓൾറെഡി ആൾ പോയിട്ടുണ്ട്. ആരെ? മാം, വരൂ പോവാം. മാം, എന്നെ അജയ് സാർ പറഞ്ഞു വിട്ടതാ. സോ ഡോണ്ട് ബി പാനിക്. ഹലോ ഏട്ടാ. അമ്മു, ഹേയ്സ് ആദിത്യ, നിന്റെ ബോഡി ഗാർഡാണ്. മോളിപ്പോൾ വീട്ടിലേക്കല്ല വരുന്നത്. അയാളുടെ കൂടെ നിനക്ക് ധൈര്യമായിട്ട് പോവാം. ഏട്ടാ, അത് എനിക്ക് നിങ്ങളെയൊക്കെ കാണണം ഏട്ടാ. മോളെ, ഞങ്ങൾ നിന്നെ കാണാൻ അങ്ങോട്ട് വരാം. അതുവരെ മോള് സേഫായിട്ടിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ മോള് ആദിയുടെ കൂടെ പോ. ഏട്ടൻ പറയുന്നത് കേൾക്ക്. ഏട്ടൻ എന്തായി പറയുന്നേ? അവളെ ആരുടെ കൂടെ വിടാനാ? ട്രസ്റ്റ് മീ അബി, അവൾ സേഫായിരിക്കും. ആ ഒരു ഉറപ്പ് മാത്രം ഞാൻ തരാം. മാം, പോയാലോ? പോവാം. എൻ്റെ പേര് ആരതി കൃഷ്ണ. അമ്മൂന്ന് വിളിക്കാം. അങ്ങനെ തന്നെ എല്ലാവരും വിളിക്കാറ്. തനിക്കും അങ്ങനെ വിളിക്കാം. ഓക്കെ മാം. സോറി അമ്മു. തൻ്റെ പേരെന്താ? എൻ്റെ പേര് ആദിത്യ വേണുഗോപാൽ. ആദ്യം എന്നാണ് എല്ലാവരും വിളിക്കുക. ഓക്കെ, അപ്പം ഞാനും തന്നെ ഇനി മുതൽ ആദ്യം വിളിക്കാം. സാം, എന്താ നിൻ്റെ പ്ലാൻ? പറയാം. നീ തന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ നോക്കി. എനിക്കറിയില്ല നിങ്ങൾ 2 പേരും എങ്ങനെ ഇതൊക്കെ മിസ് ചെയ്തതെന്ന്. സാം, നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? KB ഗ്രൂപ്പിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഡീറ്റെയിൽസാണ് ജയ് എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് ആർക്കും അറിയാത്ത അവരുടെ പാസ്റ്റ് ആയിരുന്നു. അതിലേക്ക് എന്നെ എത്തിച്ചത് നിങ്ങളെല്ലാവരും മിസ് ചെയ്ത ഒരു കാര്യവും. നിങ്ങളെല്ലാം നിസ്സാരമായി എഴുതി തള്ളിയ അവരുടെ വെക്കേഷൻസും ട്രിപ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതും അവരുടെ പാസ്റ്റും തമ്മിൽ എന്താ ബന്ധം? പറയാം. 3 പേരും പല സമയങ്ങളിലായി ഒരു പെർട്ടിക്കുലർ കൺട്രിയിലേക്ക് പോകുന്നു. ഫോർ വാട്ട്? എവിടേക്ക്? കൊറിയ, സൗത്ത് കൊറിയ. എന്തിനാ അവിടേക്ക് പോകുന്നത്? ഈ ചോദ്യം നീ നേരത്തെ ചോദിച്ചിരുന്നുവെങ്കിൽ അവരുടെ വീക്ക് പോയിന്റിലേക്ക് നിനക്ക് നേരത്തെ എത്തിച്ചേരായിരുന്നു. അവിടെ ഒരു ഓർഫനേജിലേക്കാണ് അവർ പോയിരുന്നത്. അവിടെ ഞാൻ അന്വേഷിച്ചു. അവരൊന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല.
ആ ഓർഫനേജിനടുത്തുള്ള കോളേജുകളിൽ ഓർഫനേജിൽ നിന്നും വരുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു. ഇതതിൽ നിന്ന് കുറച്ച് പേരുകൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാ. ഇതിലുണ്ട് നമുക്കാർക്കും അറിയാത്ത എന്നാൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. ആര്? ആരതി കൃഷ്ണ, അവന്മാരുടെ പുന്നാര സഹോദരി. അമ്മു, ഇവിടെ സ്റ്റാഫ് സാറുമില്ല, നാളെ എത്തുമെന്നാ സാർ പറഞ്ഞത്. സാധനങ്ങളൊക്കെ കിച്ചണിലുണ്ട്, തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ ആദി. പിന്നെ തന്നെ പുറത്തെങ്ങും ഒറ്റയ്ക്ക് വിടരുത്, എപ്പോഴും വാച്ച് ചെയ്യണം എന്നൊക്കെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്. സോ ബി കെയർഫുൾ. ഞാൻ തന്നെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഏട്ടാ, അമ്മു മോളെ, ഇങ്ങ് തന്നെ ഏട്ടാ. അമ്മു, നീ കഴിച്ചോ? ഇങ്ങ് തന്നെടാ മോളെ. ഒറ്റയ്ക്കാന്നോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇല്ല ഏട്ടാ. ഇങ്ങ് തന്നേ അമ്മു മോളെ. ഏട്ടന്മാർ ഈ വീക്കിൽ തന്നെ അങ്ങ് എത്തും. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കില്ല, ഞങ്ങൾ 3 പേരും ഒന്നിച്ചായിരിക്കും മോളെ കാണാൻ വരുന്നത്. ഏട്ടാ, ശരിക്കും ലവ് യു ഏട്ടാ. മതി ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നോ. പിന്നെ അവിടെ സ്റ്റാഫ്സ് ഒന്നുമില്ല, വിഷമിക്കണ്ട. നാളെ തന്നെ ജെസി ചേച്ചി അങ്ങോട്ട് വരും. മോൾ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ എനിക്ക് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മോളെ, ആർ യു ഷുവർ? അതെ ഏട്ടാ. എന്നാൽ ശരി, മോള് കഴിച്ച് കിടന്നോ. ശരി ഏട്ടാ, ബൈ, ഗുഡ് നൈറ്റ്. ഹലോ അനുവേച്ചി. എന്റെ അമ്മു, എത്ര തവണയാ വിളിക്കുന്നേ? എപ്പോഴാ എത്തിയ നീ? നിനക്കൊന്ന് വിളിച്ചൂടെ കുട്ടി? സോറി അനുവേച്ചി, ഈവനിങ് എത്തിയത്. നീ ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അനുവേച്ചി, എന്താടി? ഞാൻ നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അല്ല, അവരൊക്കെ എവിടെ? ഇവിടെയുണ്ട്. നീ പോയപ്പോ തൊട്ട് രണ്ടിന്റെ മുഖം കടന്നൽ കുത്തിയ പോലെയാ. ആഹാ. അമ്മു, എന്തിനാടി നീ പോയേ? ഇവിടെ ഒരു രസവും. അത് ശരി, നീയൊക്കെ കൂടിയല്ല എന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെ പറഞ്ഞു പോയത് ഞാനിപ്പോ ഖേദിക്കുന്നു. വേണ്ട, അങ്ങനെ ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളും ഇങ്ങ് പോര്. അത് വിട്. അമ്മു, നീ നിന്റെ ഏട്ടന്മാരെയൊക്കെ കണ്ടോ? ഏട്ടന്മാരെ ഒക്കെ കണ്ട കാര്യമാണോ അറിയണ്ടേ, അതോ അജയ് ഏട്ടനെ കണ്ട കാര്യമാണോ അറിയട്ടെ? അല്ല, അത് പിന്നെ എന്റെ അനുവേച്ചി, നിങ്ങൾക്കിതങ്ങ് പറഞ്ഞൂടെ? ഞാൻ പറയട്ടെ? ഏയ് വേണ്ട, ഞാൻ പറഞ്ഞോളാം. പറഞ്ഞാ കൊള്ളാം. അമ്മു, നീ പോയി കിടന്നുറങ്ങി. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. യാത്രയുടെ ഒക്കെ ആവും. ശരി, ഞാൻ പോവാ. മേഘ ബൈ. ശിഖ പോവാ. അനുചേച്ചി ബൈ. ഏട്ടാ, നമ്മൾ എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്? പോണം. നമ്മൾ 3 പേരും ഫ്രീ ആവുന്ന ഒരു ദിവസം പോവാം. ഏട്ടാ, നമ്മൾ ഒന്നിച്ചെങ്ങനെ അവിടേക്ക് പോകുന്നത്? പോണം. അവൾക്കും ആഗ്രഹമില്ലേ നമ്മളെ 3 പേരെ ഒന്നിച്ച് കാണണമെന്നൊക്കെ. പിന്നെ എത്രയെന്ന് വെച്ചാ ഓരോന്ന് ഒളിപ്പിച്ചും പാത്തും ചെയ്യുന്നത്. അമ്മു, താൻ വന്നോ? ഫുഡ് എടുക്കട്ടെ? ആഹാ, താൻ രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? അമ്മു ഇരിക്കി. കൊള്ളാലോ. തനിക്കിഷ്ടപ്പെട്ടോ? പിന്നെ നന്നായിട്ടുണ്ട്. അല്ല, ആദ്യം വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ. ഓ, അപ്പം ആദി ഒരാളേ ഉള്ളൂ അല്ലേ? താൻ ഏട്ടന്മാരുടെ ബോഡി ഗാർഡായിരുന്നു? അല്ലടോ, ആക്ച്വലി ഞാൻ പുതിയ ആളാണ്. വാട്ട്? എന്താ, പുതിയൊരാളുടെ കൂടെ എന്ത് വിശ്വസിച്ചാൽ തന്നെ വിട്ടതെന്നാണോ? എൻ്റെ അച്ഛൻ നിങ്ങളുടെ അച്ഛന്മാരുടെ ഡ്രൈവറായിരുന്നു. അവരുടെ മരണത്തിന് ശേഷം ആ കണക്ഷൻ അങ്ങ് പോയി. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. വീട്ടിലെ അവസ്ഥ അത്ര നല്ലതല്ല, പണത്തിന് നല്ല ആവശ്യമുണ്ടേ. അങ്ങനെയാ അച്ഛൻ അജയ് സാറിനെ പോയി കാണുന്നത്. സാർ എന്നെ വിശ്വസിച്ച്
ഒരു ജോലി അങ്ങ് ഏൽപ്പിച്ചു. പെങ്ങളെ അങ്ങ് നോക്കിക്കോളാൻ. എന്താ? അല്ല, പെങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് താൻ പേടിക്കണ്ട. അമ്മുനെ അന്വേഷിച്ച് അവരിവിടെ എത്തിയിരുന്നു. ഏട്ടാ, ഞാൻ തന്നെ പിന്നെ വിളിക്കാം. എന്താടാ? ഏട്ടാ, ഒരു പ്രശ്നമുണ്ട്. കാര്യം പറ. ഓർഫനേജിൽ നിന്ന് വിളിച്ചിരുന്നു. ആരൊക്കെ അവിടെ എത്തിയിരുന്നു എന്ന്, അവിടെയുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു എന്ന്. ആരാ അവരെന്ന് കണ്ടുപിടിക്കണം. ഓർഫനേജ് വരെ എത്തിയെങ്കിൽ ഉറപ്പായിട്ടും അമ്മുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. നീ പോയി ആരാ അവരെന്ന് കണ്ടുപിടിക്കേ. ശരി ഏട്ടാ. ഹലോ ആദി. സർ. ആദി, ഞങ്ങൾ ഇത്ര നാളും അവളെ മറിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ട് ആരതി കൃഷ്ണ ആരാണെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണം. അവൾക്കൊന്നും സംഭവിക്കരുത്. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും സർ. എന്നെ വിശ്വസിക്കാം. ആദി, നിൻ്റെ ജീവൻ കൊടുത്തിട്ടല്ല അവളെ രക്ഷിക്കേണ്ടത്. എനിക്ക് നിൻ്റെ ജീവനും ഇമ്പോർട്ടൻ്റ് ആണ്. ബി കെയർഫുൾ. സാറെന്താ അങ്ങനെ പറഞ്ഞത്? സേവിയർ, ആരതി കൃഷ്ണ അവിടെ ഇല്ല. വാട്ട്? പിന്നെ അവൾ എവിടെ പോയി? വേറെ എവിടേക്കുമല്ല, അവൾ ഇന്ത്യയിലേക്കാണ് വന്നത്. വാവ്, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. ആരതി ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ബട്ട് അതേസമയം അജയും അബിയും ആരവും കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആരാണ് അവളെ പിക്ക് ചെയ്തതെന്നും എവിടേക്കാണ് പോയതെന്നും ഒരറിവുമില്ല. അവന്മാരാണെങ്കിൽ കൊച്ചി വിട്ട് ഇതുവരെ എങ്ങോട്ടും പോയിട്ടുമില്ല. ജയ്, കുറച്ച് വെയിറ്റ് ചെയ്യും. ഉറപ്പായിട്ടും അവർ പോവും പുന്നാരപ്പെങ്ങളെ കാണാൻ. ഓ, വയറ് വേദനിച്ചിട്ട് വയ്യ. ഓ നാശം. ഓ ഗോഡ്, എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ. എന്താ ചെയ്യാ? അമ്മു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ് ഇല്ല. ഓക്കെ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. താനൊരു കാരണവശാലും ഡോർ ഓപ്പൺ ചെയ്യരുത്. ആരെങ്കിലും വന്നാൽ താൻ എന്നെ വിളിക്കണം. മനസ്സിലായോ? ഇതെന്നും പറയുന്ന കാര്യം തന്നെയല്ലേ? എന്താ അമ്മു, താൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലില്ല. ഇതിനടുത്ത് എവിടെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടാവാതിരിക്കില്ല. അയാൾ ഇറങ്ങുന്നതിന് മുമ്പ് പോയിട്ട് വരാം. ശ്ശോ, ഇവിടെ അടുത്തൊന്നും ഒരു ഷോപ്പും ഇല്ലേ? അമ്മു, അമ്മു, അമ്മു. ഓ ഷിറ്റ്. സാം, അവളെ ചെന്നൈക്ക് അടുത്ത് വെച്ച് നമ്മുടെ പിള്ളേർ കണ്ടുവന്നു. ഇപ്പം തന്നെ അവളെ പൊക്കാൻ പറ. പിന്നെ എനിക്ക് അവളെ ജീവനോടെ വേണം. ആരെന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഹരി, എവിടേക്കാണ് പോയത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അല്ല ഞാൻ. അത് ഒരു സാധനം വാങ്ങാൻ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട്. പോകരുത്. എന്തായിരുന്നു നിനക്ക് അത്ര അത്യാവശ്യം? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. അതെങ്ങനെയാ? പണത്തിൻ്റെ അഹങ്കാരം. എന്തും കാണിക്കാലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഞാനൊരു നിമിഷം വൈകിയിരുന്നെങ്കിലും. സോറി, ഇനി ഞാൻ പോവില്ല. എനിക്ക് ഡേറ്റായി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് വാങ്ങാൻ വേണ്ടി പോയതാ. ഓഹ്, അവളെങ്ങനെ മിസ്സായി? ആരാവൻ? ഓഹ്, നിന്നെയൊക്കെ പിന്നെ എന്തിനടാ? എനിക്കൊന്നും അറിയണ്ട. എവിടെ നിന്നാണെങ്കിലും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. താങ്ക് യു. ഇതാ. എന്താ ഇത്?
താൻ അന്വേഷിച്ചു പോയ സാധനം ഇതൊക്കെ ഇങ്ങനെയും വാങ്ങാം. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അധികം സാഹസമൊന്നും കാണിക്കണ്ട.